കണ്ണൂർ ഇരിക്കൂർ ഉപജില്ല സ്കൂൾ കലോത്സവം നവംബർ 5 മുതൽ 8 വരെയാണ്. അപ്പോൾ ഒന്നാം ദിവസത്തെ കലാപ്രവർത്തനങ്ങൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാറേ, 4 ദിവസം നീണ്ടു നിൽക്കുന്ന പടിയൂരിൻ്റെ ഒരു ഉത്സവമാണ്. ഒന്നാം ദിവസം ഭംഗിയായി മത്സരങ്ങളൊക്കെ കഴിയാൻ വേണ്ടി പോവുകയാണ്. ഇനിയുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഇന്ന് രാവിലെ മുതലാണ് മത്സര പരിപാടികൾ ആരംഭിച്ചത്. വൈകുന്നേരം ആകുമ്പോഴേക്കും പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഇതിനേക്കാൾ ഭംഗിയായി നാളെ ഈ മത്സര പരിപാടികൾ നടത്തും. 8-ാം തീയതി ആകുമ്പോഴേക്കും ഇരിക്കൂർ സബ് ജില്ലയിലെ തന്നെ ഏറ്റവും ഓർമ്മിക്കപ്പെടാൻ കഴിയുന്ന ഒരു കലോത്സവമാക്കി ഈ കലോത്സവം മാറ്റാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു സാർ. സാർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറാണ്. സാറിന്റെ പേര്? ജോബിഷ് ജെയിംസ്. ജോബിഷ് സാർ, എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഒന്നാം ദിവസത്തെ ഒരു പ്രവർത്തനം? തുടക്കത്തിൽ നമുക്കൊരു ഇത്തിരി ഡിലേ ഒക്കെ വന്നു. ആദ്യത്തെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും പിന്നെ നമ്മുടെ സൗകര്യ പരിമിതികൾ കൊണ്ടും ഒക്കെ കുറച്ച് ചെറിയൊരു ഡിലേ വന്നിരുന്നു. പക്ഷേ എന്നാലും കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മളത് ട്രാക്കിലായി. നിലവിൽ നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു 6:30യോടുകൂടി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമുകൾ അവസാനിക്കുന്ന തരത്തിലെല്ലാം ക്രമീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നാളെയാണ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് ഉള്ള ഐറ്റങ്ങൾ. അതെ, നാളെ നമുക്ക് കൂടുതൽ ഗ്രീൻ റൂമുകളൊക്കെ അവൈലബിൾ ആണ്. ഇന്ന് നമുക്ക് റൂമുകളുടെ കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ അതൊക്കെ പരിഹരിച്ച് നമുക്ക് നന്നായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കും. നാളെ ഏകദേശം എത്ര മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നു? നാളെ ഒരു 1200ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ സാറ്, ഇതിന്റെ പ്രോഗ്രാമിന്റെ ചെയർമാനായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. നല്ല നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് കലാമേളയുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അനുഭവം വെച്ചുകൊണ്ട് വളരെ സ്മൂത്തായി പോകുന്ന ഒരു രീതിയിലാണ് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ ഈ പ്രദേശത്ത് കുറച്ച് പ്രയാസമാണ്. റോഡ് വളരെ പരിമിത സൗകര്യമുള്ളൂ. പക്ഷേ അതൊക്കെ വൺ വേ ക്രമീകരിച്ചുകൊണ്ട് വോളണ്ടിയേഴ്സ് നല്ല രീതിയിൽ ക്രമീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെ വേഗത്തിൽ എത്തിച്ചേരാനും കാര്യങ്ങളിൽ പങ്കെടുക്കാനൊക്കെ കഴിയുന്നുണ്ട്. വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഇന്ന് വൈകുന്നേരം ഇരുന്ന് എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പരിഹരിച്ചുകൊണ്ട് നാളെ കൂടുതൽ നല്ല നിലയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോകും മുന്നോട്ട്. യാതൊരു പ്രയാസവും മത്സരാർത്ഥികൾക്ക് വരാതെ എല്ലാ വിദ്യാലയങ്ങൾക്കും നല്ല രീതിയിൽ ഇതിന് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രസിഡന്റും അതുപോലെ തന്നെ സാറുമാരും പറഞ്ഞതുപോലെ പരാതികളും പരിഭവമില്ലാത്ത ഒന്നാം ദിവസത്തെ കലാമത്സരം ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. തുടർന്നുള്ള 3 ദിവസങ്ങളിലും അതിമനോഹരമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും ഇവിടുത്തെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത്. ട്രൂ മീഡിയ കേരള.